ഇറാനിൽ അമേരിക്കയുടെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഖഷേം, സിറിഖ് മേഖലകളിലാണ് ആക്രമണം. ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് അമേരിക്ക അറിയിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് അനുവദിച്ച ഉപരോധ ഇളവും അമേരിക്ക പിൻവലിച്ചു. ഇന്നലെയാണ് ഹോർമൂസിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്തിയത്. ഇറാൻ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അപകടകരമായ നീക്കങ്ങൾ നടത്തുകയാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, സമാധാനം അകലെ തന്നെയാണ് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ്. ഇറാന്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ സമാധാനം അകലെ എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ പലതവണ, അതായത് 2 തവണ ഇത്തരത്തിൽ കപ്പലുകൾക്ക് നേരെ IRGCയുടെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രത്യാക്രമണം സ്വാഭാവികമായും US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന പ്രത്യാക്രമണം അതിശക്തമായൊരു പ്രത്യാക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിശദീകരണങ്ങൾ അനുസരിച്ച് 80ഓളം ഇടങ്ങളിൽ, അതായത് ഇറാനിലെ 80 ഇടങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തിയെന്ന് ഔദ്യോഗികമായി തന്നെ US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. 80 ടാർഗറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നത് എന്നതും വ്യക്തമാകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറിക്കിലും കഷമിലൊക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമെന്ന് പറയുന്നത് ഇറാന് നേരെ നടക്കുന്ന ആക്രമണം തുടരുന്നൊരു പശ്ചാത്തലത്തിലും ഇറാനെ ഏർപ്പെടുത്തിയിരുന്ന ഒരു ഉപരോധമുണ്ടായിരുന്നു. അതായത് കാലങ്ങളായി നിലനിൽക്കുന്ന അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ വിൽപ്പനയ്ക്കുള്ള ഉപരോധമുണ്ടായിരുന്നു. ഈ ഉപരോധം ഈ കഴിഞ്ഞ മാസം 21-ന് അത് പിൻവലിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ 21-ന് പിൻവലിച്ച ഉപരോധം വീണ്ടും പുനഃസ്ഥാപിക്കുന്നൊരു നീക്കം US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് അതീവ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അതായത് IRGCക്ക് പണം ലഭ്യമാകുന്നത്, ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പണം ലഭ്യമാകുന്നത് എണ്ണ വിൽപ്പനയിലൂടെയാണ്, പ്രത്യേകിച്ചും ഷാഡോ കപ്പലുകളിലൂടെയാണ് എന്നാണ് നേരത്തെ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വസ്തുതയുമുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ IRGCക്ക് സാമ്പത്തികമായി പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറാൻ്റെ എണ്ണ വിൽപ്പന തടയാനുള്ളൊരു നീക്കം കൃത്യമായി ഇത്തവണത്തെ ആക്രമണത്തിൽ, അതായത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതും ഗൗരവമേറിയൊരു വിഷയമാണ്. സ്വാഭാവികമായും IRGCയുമായി ഏറ്റുമുട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലമാണ് കൃത്യമായി ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു സൂചന ഇന്നലെ തന്നെ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത് സമാധാന ധാരണയിലേക്ക് എത്താൻ തയ്യാറല്ലെങ്കിൽ കടുത്ത നടപടിയിലൂടെ പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കുമെന്നൊരു നിലപാടാണ്. അത്തരമൊരു ആക്രമണം നടക്കുമെന്ന് തന്നെയുള്ള സൂചനയായിരുന്നു ഇന്നലെ ലഭിച്ചതെങ്കിൽ ഇന്ന് അതിശക്തമായൊരു ആക്രമണം നടക്കുകയും ചെയ്തു. അതിന് പ്രകോപനമായത്, അല്ലെങ്കിൽ അമേരിക്ക ഈ സൈനിക നടപടിയിലേക്ക് നീങ്ങാനൊരു പ്രകോപനമായത്, ഒമാൻ തീരത്തുകൂടെ കടന്നു പോകുന്ന 3 കപ്പലുകൾക്ക് നേരെ, ഇന്നലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഒമാൻ്റെ തീരക്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ പോലും വിശദാംശങ്ങൾ തേടി ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കടുത്ത നടപടികൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉപരോധം, അതായത് എണ്ണ വിൽപ്പനയ്ക്കുള്ള ഇറാൻ്റെ ഉപരോധം പുനഃസ്ഥാപിക്കുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും സ്വാഭാവികമായും ശക്തമായൊരു തിരിച്ചടിയുടെ ഭാഗമായുള്ള നടപടിയായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നത്. 80 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സമാധാന ധാരണ ഏതാണ്ട് നിശ്ചലമായ, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. രോഹിണി, പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഇറാന് താങ്ങാൻ കഴിയുമോ അമേരിക്കയുടെ ഈ പ്രത്യാക്രമണം എന്നുള്ളത് കൂടി ചോദ്യമാണല്ലേ? കാരണം അത്രത്തോളം ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കാര്യങ്ങൾ വീണ്ടും സമാധാനത്തിലേക്ക് പോയത്. പക്ഷേ ഇറാൻ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. അതിനുള്ള തിരിച്ചടി അമേരിക്ക നൽകുകയാണ് എന്നുള്ളതാണ് ഐസൺ ജോസ് പങ്കുവച്ച